അവൻ്റെ നീലക്കണ്ണുകളിലെ അവളോടുള്ള പ്രണയാർദ്രമായ ആ നോട്ടത്തിൽ അവൾ ഇല്ലാതാകുന്നതുപോലെ. അതേസമയം ആ നീലക്കണ്ണുകളിൽ അവളോടുള്ള പ്രണയത്തിനു പകരം വെറുപ്പിൻ്റെ ചുവന്ന കണ്ണുകൾ ഇത് അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾ പേടിയോടെ പുറകിലേക്ക് നീങ്ങി പോകുന്നു. അപ്പോൾ അവൾ താഴേക്ക് വീഴുന്നു. ഇച്ചായ! അവൾ പെട്ടെന്നുറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്താ ഈശ്വര ഞാൻ കാണുന്നത്? എന്നുമുണ്ടല്ലോ ആ നീലക്കണ്ണുകൾ. മുഖം വ്യക്തമല്ല. ആ കണ്ണുകളിൽ എന്നോടുള്ളത് പ്രണയമോ അതോ പകയോ ഒന്നും അറിയുന്നില്ലല്ലോ ഈശ്വര. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തൊക്കെയാണ് നടക്കുന്നത്? അവൾ തലയിൽ കൈ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളെ വിളിക്കുന്നത്. ആമി, ആമി! എന്താ ചേച്ചി, നിനക്കിന്ന് ഓഫീസിൽ പോകണ്ടേ? ഇന്നല്ലേ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്? അപ്പോഴാണ് അവൾ ഫോൺ എടുത്ത് നോക്കുന്നത്. ഈശ്വര, 6 മണിയോ? അവൾ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. വേഗം ഇറങ്ങി മുടി കെട്ടിവെച്ച് ധാവണി ചുറ്റി അടുക്കളയിലേക്ക് പോയി ഫ്ലാസ്കിൽ നിന്നും കപ്പിലേക്ക് ചായ ഒഴിച്ച് ഒറ്റ വലിക്ക് കുടിച്ച് അമ്പലത്തിലേക്ക് പോയി. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി ആദ്യം അച്ഛനോട് പറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അമ്മ, ചേച്ചി, ഞാൻ പോയി വരാം. ആ മോളെ, ഇതാണ് ഷാമി ശിവാൽമിക. ഇപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറാനുള്ള ശ്രമത്തിലാണവൾ. അച്ഛൻ വാസുദേവൻ ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് തളർന്ന് കിടപ്പിലാണ്. അമ്മ ലക്ഷ്മി അടുത്തുള്ള വീടുകളിലേക്ക് ജോലിക്ക് പോവും. പിന്നെയുള്ളത് ചേച്ചി മായ. കല്യാണമൊന്നും നടന്നിട്ടില്ല. കല്യാണം ആലോചിച്ച് വരുന്നവർക്ക് പെണ്ണിൻ്റെ വീട്ടിലെ അവസ്ഥ അറിയുമ്പോൾ ഒന്നും പറയാതെ പോവും. ഇതാണ് സ്ഥിരം നടക്കുന്നത്. അതുകൊണ്ട് അവൾ തന്നെ പറഞ്ഞു, ഇനി എനിക്ക് ആരും ചെക്കനെ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടണ്ട. എനിക്ക് ഈ ജന്മത്തിൽ കല്യാണം വേണ്ട എന്ന്. ഇളയ മകളാണ് ആമി. ഈശ്വര, എനിക്ക് ഈ ജോലി കിട്ടണേ. എന്നും ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ വന്ന് പറയും. എന്നാൽ കണ്ണൊന്നും തുറക്കില്ലല്ലോ. ഈ പ്രാവശ്യം തുറന്നൂടെ? കൃഷ്ണ, എന്നും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടല്ലേ ഇയാളുടെ അനുഗ്രഹം വാങ്ങിയല്ലേ പോകുന്നത്? എന്താ കുട്ടി, ഇന്നും പരാതിയാണല്ലോ? ഇന്നെന്താ കാരണം? ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് തിരുമേനി. ആ കുട്ടിയെ, ഒക്കെ ശരിയാകും, നീ വിഷമിക്കാതെ. ആയിക്കോട്ടെ തിരുമേനി, എന്ന് ഞാൻ പോട്ടെ. അല്ല, പ്രസാദം വേണ്ടേ? ഞാൻ മറന്നു. അവൾ അതും വാങ്ങി നെറ്റിയിൽ തൊട്ട് ഈശ്വരനോട് ഒന്നുകൂടി പ്രാർത്ഥിച്ചു. അവൾ വീട്ടിലേക്ക് ചെന്നു. അമ്മേ, ഇതാ പ്രസാദം. അവൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി നെറ്റിയിൽ തൊട്ട് കൊടുത്തു. ആ മോളെ, ആമി, നീ വന്നോ? ആ മീനു വന്നിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പോകുന്നത്? അതെ അമ്മേ. ആമി, ആമി, ഇതാ വരുന്നു മീനു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ? നീ ആദ്യം ഒന്ന് പോയി ഡ്രസ്സ് മാറ്റിട്ട് വാ പെണ്ണേ, അവളുടെ ചേച്ചി പറഞ്ഞു. ആയിക്കോട്ടെ ചേച്ചി പെണ്ണെ. അവൾ വേഗം ഒരു ചുവന്ന സാരിയാണ് ഉടുത്തത്. അതിനനുസരിച്ച് ചുവന്ന വളയും കഴുത്തിൽ ചെറിയ സ്വർണ്ണ നിറത്തിലുള്ള മാലയും അണിഞ്ഞ് അതിലവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളുടെ ആ വെളുത്ത ശരീരത്തിൽ അത് നല്ലതുപോലെ ഇണങ്ങുന്നുണ്ട്. ചെറിയ കണ്ണാണ്. അതിലവൾ കണ്ണെഴുതിയത് അവളുടെ ഭംഗി എടുത്തു കാണിക്കുന്നുണ്ട്. മുടി അവൾ മെടഞ്ഞിട്ടു. ഒരു ചെറിയ പൊട്ടും തൊട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതാരാ ഈശ്വര? ദേവതയോ? പോ അമ്മേ, എന്നെ കളിയാക്കാതെ. എൻ്റെ മകളെ ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ. അവർ അവളുടെ കണ്ണിലെ കൺമഷിയിൽ നിന്നും വിരലുകൊണ്ടെടുത്ത് ചെവിയുടെ പുറകിൽ കുത്തി. എടി ആമി, കഴിഞ്ഞില്ലേ? ഇതാ വരുന്നു മീനു. അവൾ വേഗം കഴിച്ച് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ഇറങ്ങി. അല്ല മീനു, അമ്മയ്ക്ക് സുഖമല്ലേ? ആ അമ്മേ. അച്ഛൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ആ അമ്മേ. വാ പോവാം. അവർ രണ്ടുപേരും ബസ്സിന് വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഇതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, അല്ലേ മീനു? ആടാ ആമി, ഇനി വയ്യ. അച്ഛൻ്റെ ആ സ്വഭാവം എനിക്ക് പേടിയാ. ഓരോ ദിവസവും പേടിച്ച കിടന്നുറങ്ങുന്നത്. നിനക്കിത് ആരോടെങ്കിലും പറഞ്ഞൂടെ? ആരോട് പറയും? അത് വിട്, ബസ് വരുന്നുണ്ട്. ബസ് വന്നപ്പോൾ അവർ അതിൽ കയറിയിരുന്നു. മുംബൈ നഗരം ഉയരുന്ന പ്രഭാതത്തിൽ പുലർച്ചെ അവൻ്റെ ഫ്ലാറ്റിൽ അവളുടെ ആ പേടിച്ച് ഇരുണ്ട മുഖം കാണുമ്പോൾ ദേഷ്യം ഇരച്ചു കയറുകയാണ്. അവൾ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. അത് കാണുമ്പോൾ അവൻ്റെ ദേഷ്യം കൂടുകയാണ്. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി പോവുകയാണ്. പേടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇച്ച വേണ്ട, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്ക്. അവൾ അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറകിലേക്ക് പോയി താഴേക്ക് വീഴുന്നു. ആമി! ആദം, ഡാ, എന്താടാ നീ എന്തിനാ നിലവിളിച്ചത്? ആരാടാ ആമി? അറിയില്ലടാ, എന്നും എൻ്റെ സ്വപ്നത്തിൽ വരുന്ന കുട്ടി. പക്ഷെ മുഖം വ്യക്തമല്ല. പക്ഷെ എന്നെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ പേടി. എന്നും കാണുന്നത് എൻ്റെ പ്രണയത്തിൻ്റെ ചൂടിൽ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവളെ. ഇന്നവൾ താഴേക്ക് വീഴുന്നു.
ഇല്ലടാ, അത് നിനക്ക് തോന്നിയതാകും. അല്ലടാ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവൻ അടുത്തുള്ള ജഗ്ഗിൽ നിന്നും വെള്ളം കുടിച്ചു. ആദം, എന്താടാ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെ നെർവസ് ആകാൻ എന്താ കാരണം? ബിസിനസ് രംഗത്തെ എല്ലാവരെയും പേടിപ്പിച്ചു നിർത്തുന്ന ഈ ചെകുത്താൻ ഇങ്ങനെയായ ദ മോസ്റ്റ് ബിസിനസ് മാൻ ഇൻ ദ വേൾഡ് ആയ നീ ഇങ്ങനെയാണെന്ന് ആരും അറിയണ്ട. പോടാ. അവൻ വേഗം എഴുന്നേറ്റ് ഫ്രഷായി അവൻ്റെ റൂമിൽ തന്നെയുള്ള ഒരു ചെറിയ ജിമ്മിലേക്ക് വർക്കൗട്ടിന് പോയി. അല്ലടാ ആദം, ഇന്നാണ് നാട്ടിലെ AK ഗ്രൂപ്പിൻ്റെ നിന്റെ PA പോസ്റ്റിലേക്കും പിന്നെ അക്കൗണ്ടിൻ്റെ റിവ്യൂ. ആടാ, ഞാൻ മറന്നിട്ടില്ല. അവിടെ സിറിലുണ്ടല്ലോ, അവൻ നോക്കിക്കോളും. അവൻ ഒന്ന് മൂളി. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കും പോവാം. നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നമുക്കും നാട്ടിലേക്ക് പോവാമെന്ന്. ഈശോയെ, ഞാൻ എന്തായി കേൾക്കുന്നത്? നാട്ടിൽ നിന്നും വല്യമ്മച്ചി വരാൻ പറഞ്ഞിട്ട് പോവാത്ത നിനക്കെങ്ങനെ ഈ മാറ്റം വന്നു? പോടാ, കൂടപ്പറപ്പാണെന്ന് നോക്കില്ല, ഒറ്റ ചവിട്ട് തരും ഞാൻ. ഡാ ആദമേ, ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത മറന്നോ? ഇല്ലടാ, മറന്നിട്ടില്ല. എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. അവർക്കുള്ള വിധിയുമായിട്ടാ ഞാൻ തിരിച്ചു പോകുന്നത്. അവൻ്റെ ആ നീല കണ്ണുകളിൽ പകയുടെ ചുവപ്പ് രാശി പടർന്നു. കുരിശിങ്കൽ തറവാട്. വലിയപ്പച്ചൻ എബ്രഹാം കുരിശിങ്കൽ, വലിയമ്മച്ചി മേരി എബ്രഹാം കുരിശിങ്കൽ. അവർക്ക് 2 ആൺമക്കനാണ്. ഒരാൾ ഡാനിയൽ കുരിശിങ്കൽ, ഭാര്യ ആനി ഡാനിയൽ കുരിശിങ്കൽ. മക്കൾ 2 പേര്, ഒരാണും ഒരു പെണ്ണും. 1 ആദം ഡാനിയൽ കുരിശിങ്കൽ, 2 അന്ന ഡാനിയൽ കുരിശിങ്കൽ. അവൾ ഡോക്ടറാണ്. AK ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റലിൽ മാരീഡാണ്. ഭർത്താവ് വിദേശത്തും. പ്രണയവിവാഹമാണ്. 2 ഡേവിഡ് കുരിശിങ്കൽ, ഭാര്യ റിന ഡേവിഡ് കുരിശിങ്കൽ. മക്കൾ ഒറ്റ മകൻ ആരോൺ ഡേവിഡ് കുരിശിങ്കൽ. ആദമിൻ്റെ ബിസിനസ്സിൻ്റെ കൂടെ നിൽക്കുന്നു. എന്താ ചായ നോക്കുന്നത്? ഡേവിഡ് അവൻ്റെ ചേട്ടായുടെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാളുടെ ഭാര്യ വന്ന് ചോദിച്ചത്. ഒന്നുമില്ലടി, ഞാൻ ചേട്ടായുടെ ഫോട്ടോ നോക്കുകയായിരുന്നു. എന്ത് തെൻ്റെയിടമായിരുന്നു എൻ്റെ ചേട്ടായിക്ക്. എല്ലാവരോടും എന്ത് സ്നേഹമായിരുന്നു. അപ്പൻ്റെ തൻ്റെയിടമാണ്. അപ്പൻ്റെ ബിസിനസ് പൊളിഞ്ഞപ്പോൾ ചേട്ടായി ഉള്ളത് കൊണ്ട് അത് ഈ നിലയിലെത്തി. പക്ഷേ അധികകാലം ചേട്ടായിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ഈശ്വരൻ അങ്ങോട്ടേക്ക് വിളിച്ചു. അതും പറഞ്ഞ് ഡേവിഡ് കരഞ്ഞു. ആദമിൻ്റെ പപ്പയുടെയും മമ്മയുടേതും കല്യാണം പ്രണയവിവാഹമായിരുന്നു. അവൻ്റെ മമ്മ അനാഥാലയത്തിലാണ് വളർന്നത്. കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണവർ. തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നത്. അന്ന ജനിച്ചു. പിന്നെയാണ് ആദം ജനിച്ചത്. ആദമും ആരോണും അധികം വ്യത്യാസമില്ല. ആദമിന് 18 വയസ്സ് ആയപ്പോഴാണ് ഒരു ബിസിനസ് ടൂറിന് ഫാമിലിയുമായി പോയത്. തിരിച്ചു പോരുമ്പോഴാണ് കാർ ആക്സിഡൻ്റ് ആയത്. ആദമിൻ്റെ പപ്പയും മമ്മയും മരിച്ചു. ചേച്ചിയും അവനും രക്ഷപ്പെട്ടു. അവരുടെ മരണവാർത്ത അറിഞ്ഞ ഷോക്കിൽ വലിയപ്പച്ചനും മരിച്ചു. അന്നയ്ക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആദം കോമ സ്റ്റേജിലായിരുന്നു. അതിൽ നിന്നുമൊക്കെ കഷ്ടപ്പെട്ടാണ് അവൻ ഈ നിലയിലെത്തിയത്. അന്നമോളെ, എന്താ വലിയമ്മച്ചി? കുഞ്ഞൻ വിളിച്ചിരുന്നോ? അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അവൻ ഇന്നലെ വിളിച്ചിരുന്നു. വിളിക്കാനായിട്ടില്ല വലിയമ്മച്ചി. കുറേ ആയി എൻ്റെ കുട്ടിയെ കണ്ടിട്ട്. അവൻ്റെ കണ്ണ് കാണുമ്പോൾ എൻ്റെ ഡാനിയലിൻ്റെ നീല കണ്ണുകളാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതും പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. ഈശോയെ, എൻ്റെ വല്യമ്മച്ചി, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ? അവൻ വിളിക്കാഞ്ഞതും വരാത്തതും വലിയമ്മച്ചിയുടെ ഈ കരച്ചിൽ കാണാൻ വയ്യാത്തതും കൊണ്ടാണ്. കൊച്ചച്ഛനുണ്ട് അപ്പുറത്ത് പപ്പയുടെ ഫോട്ടോ നോക്കി കരയുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അങ്ങനെ അവർ ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തു. AK ഗ്രൂപ്പ് എന്നെഴുതിയ ആ ബോർഡിൽ നോക്കി അവർ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാതെ AK ഗ്രൂപ്പ് എന്നെഴുതിയ ആ വലിയ ബോർഡിൽ നോക്കി അവർ അകത്തേക്ക് കടന്നു. അപ്പോൾ ഒരു സെക്യൂരിറ്റി വന്ന് ചോദിച്ചു, ആരാ? എന്താ വേണ്ടത്? സർ, ഞങ്ങൾ ഇന്നിവിടെ ഇൻ്റർവ്യൂവിന് വന്നതാ, മീനാക്ഷി പറഞ്ഞു. ഓക്കെ കുട്ടികളെ, അകത്തേക്ക് പൊയ്ക്കോളൂ. അവർ അയാൾക്കൊരു ചിരി ചിരിച്ച് അകത്തേക്ക് പോയി. ഡാമി, എന്ത് വലിയ ഓഫീസാണല്ലേ. ഇവിടെ കിട്ടിയൊന്ന് അടിച്ചു പൊളിക്കണം. മീനു, നീ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ആദ്യം ഇൻ്റർവ്യൂ ഒന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് പേടിയായിട്ട് വയ്യ. അവിടെ ഇരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കും എന്ന് ചിന്തിച്ചിട്ട്. എൻ്റെ പൊന്നാമിക്കുട്ടി, നീ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല. എന്നാലും മീനു, എടി ആമി, എനിക്ക് നമ്മുടെ MDയുടെ PA പോസ്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഈ കമ്പനിയിലെ MDയെ കാണാൻ എന്ത് ഗ്ലാമറാണെന്നോ. അതിന് മുൻപ് നീ ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിനക്കെങ്ങനെ അറിയാം? ഈ കമ്പനിയുടെ MD ആർക്കാടി അറിയാത്തത്? പെൺകുട്ടികളുടെ ആരാധനാ കഥാപാത്രമല്ലേ മോളെ ഈ മുതൽ. എല്ലാവരും ഈ MDയെ കാണാൻ കാത്തിരിക്കുകയല്ലേ.
ഈ ലോകത്തെ ബിസിനസ് രംഗത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഫേമസ് അല്ലേ. എത്ര കണക്കിന് പെൺകുട്ടികളാണ് ഇയാളുടെ ഫാൻസ് ആയിട്ടുള്ളത്. നീ മാഗസിൻ ഒന്നും വായിക്കില്ലേ? അതിൻ്റെ കവർ ഫോട്ടോ വരെ ഈ MD ആണ്. മതി മോളെ, ഇനി ഇതിൻ്റെ അകത്ത് എന്ന് അറിയാം എങ്ങനെയുള്ള ആളാണെന്ന്. ഞാൻ കാണാൻ തന്നെയാണ് മോളെ വന്നത്. നീ വാ, നമുക്ക് പോയിട്ട് വരാം. അവർ അതും പറഞ്ഞ് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോയി. കയറിയപ്പോൾ തന്നെ ഒരു പെൺകുട്ടി അവിടെ റിസപ്ഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് കുറെ പുട്ടി വാരി തേച്ച് കാലുമുട്ട് വരെ ഇറക്കമുള്ള ഒരു ഡ്രസ്സും ധരിച്ചാണ് അവരുടെ ഇരിപ്പ്. ഹലോ മാഡം. യെസ്, വാട്ട് യു വാണ്ട്? മാം, ക്യാൻ യു ടെൽ us where this interview is taking place? I will tell you for sure. Upstairs on the floor, 4th floor on the right side. Thanks, ma'am. Oh, you are welcome. അവർ അവിടേക്ക് പോയി. അവിടെ ഇരിക്കുന്നവരെ കണ്ട് അവർ ഞെട്ടി. ആമി, എന്താ അവിടെ നടക്കുന്നത്? ഇൻ്റർവ്യൂ തന്നെയല്ലേ? അത് തന്നെ മീനു, എൻ്റെ സംശയം. ഇത് ഉറപ്പായി നമുക്ക് കിട്ടില്ലെന്ന്. അവർ അതും പറഞ്ഞ് അവിടേക്ക് പോയി നിന്നു. ഇരിക്കാൻ സീറ്റില്ലായിരുന്നു. അങ്ങനെ എല്ലാവരെയും വിളിച്ച് അവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. അവസാനം കുറച്ചു പേര് മാത്രമായി. അവരൊക്കെ പോകുമ്പോൾ പറയുന്നുണ്ട്, എന്ത് മേടനയാൾ, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങോട്ട് പറയുന്നതിന് മുൻപ് തന്നെ ഇങ്ങോട്ട് അതിഥ്യ ചോദ്യം വരും. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നമ്മുടെ ആമിക്കൊച്ച് വല്ലാതെ പേടിച്ചു പോയിരുന്നു. അവർ പറയുന്നതൊക്കെ സത്യമാണോ? ഇത്ര സമയം കഴിഞ്ഞിട്ടും അവരെ വിളിക്കുന്നില്ല. അപ്പോഴാണ് ആമി മീനുവിനോട് ചോദിച്ചത്, എന്താ മീനു നമ്മുടെ പേര് വിളിക്കാത്തത്? അത് ചോദിച്ചപ്പോഴേക്കും മീനാക്ഷി പെട്ടെന്ന് മീനു അങ്ങോട്ടേക്ക് ചെന്നു. അവൾ അകത്തേക്ക് നോക്കി. മേ കമ്മിങ് സർ? യെസ്, കമ്മിങ്. അവൾ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നത് കണ്ട് മീനാക്ഷിയുടെ കണ്ണ് തള്ളി. അയാളോട് കൊച്ചിനൊരു ഇഷ്ടമൊക്കെ തോന്നി. അവളുടെ ആ നിൽപ്പ് കണ്ട് അവൻ അവളെ വിളിച്ചു. ഹലോ മീനാക്ഷി. ഡോ, ഹീസ് നത്തിങ് ഹിയർ. ലിസൺ ടു വാട്ട് ഐ സെഡ്. എന്താ ചോദിച്ചത്? അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ എന്താ കാണിച്ചത്? സോറി സർ. ഓക്കെ, നോ പ്രോബ്ലം. സിറ്റ് ഹിയർ. താങ്ക് യു സർ. അങ്ങനെ അവളോട് കുറേ ചോദ്യങ്ങൾ അവൻ ചോദിച്ചു. ഓക്കെ, യു ക്യാൻ ഗോ. ഓക്കെ സർ. അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഇതൊക്കെ ആദ്യം അവൻ്റെ ലാപ്പിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൾ പോയതും അവൻ്റെ മുഖത്ത് ആരും കാണാതെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. മീനു, എന്തായി? ആമി നല്ല ആകാംക്ഷയോടെ ചോദിച്ചു. കുഴപ്പമില്ല, നീ പോയി നോക്ക്. അടുത്തത് അവളുടെ പേര് വിളിച്ചു. ശിവാത്മിക. അവൾ പേടിച്ചരണ്ടുകൊണ്ട് ആ റൂമിൻ്റെ വാതിൽ തുറന്ന് അവനോട് ചോദിച്ചു, കമ്മിങ് സർ? യെസ്, കമ്മിങ്. അവൾ പേടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. അവളുടെ പേടിച്ചു നിൽക്കുന്ന മുഖവും ഒരു കയ്യിൽ സാരിയുടെ അറ്റമെടുത്ത് വിരലിൽ കോർത്തു വലിക്കുന്നതും കണ്ടപ്പോൾ അറിയാതെ അവൻ ചിരിച്ചു. അവൻ്റെ ചിരിക്കുന്ന മുഖം കണ്ടപ്പോഴാണ് ആമിക്ക് സമാധാനമായത്. എന്തിനാ വച്ച നീ ഇങ്ങനെ പേടിക്കുന്നത്? അവൾ ചുമൽ കുലുക്കി. സിറ്റിയർ. ഓക്കെ സർ. അവളോടും ഓരോ ചോദ്യങ്ങൾ അവൻ ചോദിച്ചു. അവളുടെ പേടിച്ചരണ്ട സംസാരം കണ്ട് അവന് ചിരി വന്നു. അവനൊരു കുഞ്ഞി പെങ്ങളോട് പറയുന്നത് പോലെ അവളോട് സംസാരിച്ചു. ചേട്ടായി. എന്താ വിളിച്ചത്? അവൾ നാവ് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അറിയാതെ വിളിച്ചതാ. അവൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നീ എന്തിനാ പേടിക്കുന്നത്? ഓക്കെ, യു ക്യാൻ ഗോ. അവളത് കേട്ടതും അവളുടെ ഫയലെടുത്ത് ഓട്ടമായിരുന്നു പുറത്തേക്ക്. അവൻ ചിരിക്കാൻ തുടങ്ങി. അവൻ്റെ ചിരി കേട്ടിട്ടാണ് ആദം വിളിച്ചത്. ഡാ സിറിലേ. അവൻ അപ്പോഴും ചിരിക്കാൻ തുടങ്ങി. ആദമിന് ദേഷ്യം വന്നു. കോപ്പേ, സിറിലേ. അവൻ്റെ ഗംഭീരമുള്ള സൗണ്ട് കേട്ടപ്പോഴാണ് അവൻ ചിരി നിർത്തിയത്. തെണ്ടി ആദമേ, നിനക്കൊന്ന് പതുക്കെ വിളിച്ചൂടെ? നീ അവിടെ നിന്നാണ് വിളിക്കുന്നത്, എന്നിട്ട് ഇത്രയും ഒച്ചയ്ക്ക് എന്തിനാ വിളിക്കുന്നത്? എടാ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. പിന്നെ എത്ര പേര് വന്നു? നീ കണ്ടില്ലേ? ഇല്ലടാ, അതല്ലേ പുല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഒരു പെൺകുട്ടി കൂടി വന്നു. ഇതൊക്കെ കേട്ട് ആരോൺ സിറിലിനെ നോക്കി കളിയാക്കി ചിരിച്ചു. നിനക്ക് ഞാൻ തരാടാ പട്ടി. ആരോണിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. പക്ഷേ പട്ടി എന്ന് പറഞ്ഞത് കുറച്ചുറക്കെയായി. എന്താടാ പറഞ്ഞത്? ഒന്നുമില്ലടാ, ഒരു പൊട്ടിപ്പെണ്ണെന്ന് പറഞ്ഞതാ. ഓക്കെ എന്നാ. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ലാബിലേക്ക് അയച്ചു തന്നാൽ മതി, എൻ്റെ PA മെമ്പർമാരുടെ ലിസ്റ്റ്. ഓക്കെ, ഞാൻ അയച്ചു തരാം. അതും പറഞ്ഞ് അവൻ കോള് കട്ടാക്കി.